Hello dears, welcome to ACS online class. Page number 76 വരെയുള്ള വർക്കുകളെല്ലാം പഠിച്ചു. ഇനി page number 77. Gina has 24 balloons and Sranda has 18 balloons. ജീനയുടെ കയ്യിൽ 24 balloons ഉണ്ട്, സുനന്ദയുടെ കയ്യിലോ 18 balloons ഉണ്ട്. How many balloons do they have in all? അങ്ങനെയെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കയ്യിലാണ് ടോട്ടൽ എത്ര balloons ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതിക്കുക എല്ലാവരും. Number of balloons Gina has is equal to 24. Number of balloons Sunanda has is equal to 18. Total number of balloons is equal to 24 plus 18. 24 plus 18 ആണ് സൈഡിൽ വർക്ക് ചെയ്ത് എല്ലാവരും. 24 plus 18 എന്ത് ഉത്തരം കിട്ടും? 42 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. There are 19 balls in a box. If 12 more balls are added, what is the total number of balls now? ഒരു പെട്ടിയിൽ ടോട്ടൽ 19 ബോൾസ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ പെട്ടിയിലോട്ട് ഇനി 12 ബോൾസും കൂടെ ആഡ് ചെയ്യുവാണ്. ആ പെട്ടിയിൽ ഓൾറെഡി 19 ബോൾസ് ഉണ്ടായിരുന്നു. ഈ 12 നമ്പർ ഓഫ് ബോൾസും കൂടെ ആ പെട്ടിയിലോട്ട് ഇടുകയാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇപ്പോൾ ആ പെട്ടിയിൽ എത്ര ബോൾസ് ഉണ്ടാവും? ഓക്കെ, ഇപ്പൊ എന്താണ് 19 പ്ലസ് 12 ചെയ്താൽ മതി അല്ലേ? നമ്പർ ഓഫ് ബോൾസ് ഇൻ എ ബോക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 19. Number of balls added. എത്ര ബോൾസ് ആഡ് ചെയ്തു? 12. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? 19 പ്ലസ് 12. ഉത്തരം എന്താണ്? 31. അതുകൊണ്ട് എഴുതിക്കല്ലാതെ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് കണ്ടുപിടിച്ച് എഴുതുക 31. ഇനി അടുത്തത്, Ronnie put 50 Hindi books and 26 English books in a shelf. How many books are there in all in the shelf? എന്താണ്? റോണി ഒരു 15 ബുക്സ് 26 ഇംഗ്ലീഷ് ബുക്സ് ഒരു ഷെൽഫിൽ വെച്ചു. അങ്ങനെയെങ്കിൽ ആ ഷെൽഫിൽ ടോട്ടലായിട്ട് ഇപ്പോൾ എത്ര ബുക്സ് ഉണ്ട്? നമ്പർ ഓഫ് മലയാളം ബുക്സ് എന്നാണ്. മലയാളം വെട്ടി ഹിന്ദി എന്നാക്കുക. ക്വസ്റ്റ്യനിൽ ഹിന്ദി ബുക്സ് എന്നാണ് കിടക്കുന്നത്, അപ്പോൾ ഹിന്ദി എന്നാക്കുക. നമ്പർ ഓഫ് ഹിന്ദി ബുക്സ് ഈക്വൽ ടു എന്താണ്? എത്ര ഹിന്ദി ബുക്സ് റോണി വെച്ചു? 15. നമ്പർ ഓഫ് ഇംഗ്ലീഷ് ബുക്സ്, എത്ര ഇംഗ്ലീഷ് ബുക്സ് റോണി വെച്ചു? 26. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 15 പ്ലസ് 26 ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചത് എഴുതുക. ഇനി Jane, a fruit seller sold 24 pineapples and 37 oranges. How many fruits did he sell in all? ജെയിൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഫ്രൂട്ട്സ് വിൽക്കുന്ന ആള് 24 പൈനാപ്പിൾസും 37 ഓറഞ്ചസും വിറ്റു. അങ്ങനെയെങ്കിൽ ടോട്ടൽ വിറ്റ ആ ഫ്രൂട്ട്സിന്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. Number of pineapples sold is equal to 24. Number of oranges sold is equal to 37. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് സോൾഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 24 പ്ലസ് 37. ഉത്തരം കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഉത്തരം ഞാൻ പറയുന്നില്ല, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഓക്കെ, ഇനി ഷിനു ഈസ് 17 years old. ഷിനു 17 വയസ്സുള്ള ആളാണ്. ഷീന ഈസ് 15 years old. ഷീനയോ 15 years old ആണ്. Older than ഷിനു. How old is ഷീന? അങ്ങനെയെങ്കിൽ എന്താണ്? ഷീന എത്ര ഓൾഡ് ആണ്? ഷിനുവിന്റെ കാര്യം എത്ര ഓൾഡ് ആണ് ഷീന എന്ന് കണ്ടുപിടിക്കണം. ഷിനൂസ് ഏജ് എന്താണ്? ഷിനൂസ് ഏജ് എന്താണ്? 17. ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷിനു ആൻഡ് ഷീന. ഷിനുവും ഷീനയും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്താണ്? 15 ആണ്. അങ്ങനെയെങ്കിൽ ഷീനാസ് ഏജ്, അങ്ങനെയെങ്കിൽ ഷീനയുടെ ഏജ് എത്രയായിരിക്കും? ഷിനുവിന് 17 വയസ്സാണ്. ഷിനുവിൻ്റെയും ഷീനയാണെങ്കിൽ ഷിനുവിനെ കാട്ടിയും എന്താണ് 15 വയസ്സ് കൂടുതലുള്ള വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ ഷീനയുടെ പ്രായം കണ്ടുപിടിക്കണം. അപ്പോൾ ഷീനാസ് ഏജ് ഇസ് ഈക്വൽ ടു എന്താണ്? ഷിനുവിൻ്റെ പ്രായം 17 പ്ലസ് എന്താണ് അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്താണ്? 15. 17 പ്ലസ് 15 എന്താണ്? ഉത്തരം കണ്ടുപിടിച്ചത് എഴുതുക. ഇനി Mita has 11 wooden dolls. She got 5 more on her birthday. എന്താണ്? മിത്തയുടെ കയ്യിൽ 11 തടി കൊണ്ടുള്ള ഡോൾസ് ഉണ്ടായിരുന്നു അല്ലെ, പാവകൾ ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് അവൾക്ക് 5 എണ്ണം കൂടെ കൂടുതലായിട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ how many dolls does she have now? അങ്ങനെയെങ്കിൽ ഇപ്പോൾ എത്ര ഡോൾസ് ഉണ്ടായിരിക്കും മിത്തയുടെ കയ്യിൽ? 11 പ്ലസ് 5 ആണ്. ഉത്തരം കണ്ടുപിടിച്ചത് ഉത്തരം എഴുതുക. ഇനി സീത bought 10 stamps. Her brother bought 7 stamps. How many stamps did they buy together? സീതയുടെ കയ്യിൽ 10 സ്റ്റാമ്പുകളുണ്ട്. ബ്രദറിന്റെ കയ്യിലോ ബ്രദർ 7 സ്റ്റാമ്പുകളുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ അവരുടെ കയ്യിൽ എത്ര സ്റ്റാമ്പുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10 + 7 ചെയ്ത് നോക്കുക. ഉത്തരം കണ്ടുപിടിച്ച് അവിടെ എഴുതുക.
Vasu invited 11 boys and 8 girls to his birthday party. വാസുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വാസു 11 ബോയ്സിനെയും 8 ഗേൾസിനെയും എന്താണ് ക്ഷണിച്ചു. How many children did he invite for the party? അങ്ങനെയെങ്കിൽ ആ പാർട്ടിക്ക് എത്ര പേരെയാണ് ടോട്ടലായിട്ട് വാസു എന്താണ് വരാൻ ആശംസിച്ചത്? എത്രയായിരിക്കും? 11 + 8. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ച് എഴുതുക. ഇനി 13 children are planting seeds. 6 more joined them. How many children are planting seeds now? 13 കുട്ടികൾ എന്താണ് അവിടെ ഒരു ചെടി നടുകയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ 6 കുട്ടികൾ കൂടെ അവിടെ കൂടത്തി കൂടി. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് ആ ചെടി നടാൻ വേണ്ടിയിട്ട്? ഇത്രയും കണ്ടുപിടിച്ച് എഴുതുക. Peter has 12 flowers. Ali gave 8 more. എന്താണ് പീറ്ററിന്റെ കയ്യിൽ 12 ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ 3 എണ്ണം കൂടി എന്താണ് പീറ്ററിന് കൊടുത്തു. How many flowers does Peter have now? അങ്ങനെയെങ്കിൽ ഇപ്പോൾ പീറ്ററിന്റെ കയ്യിൽ ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 12 + 8 അല്ലേ? അവിടെ എഴുതുന്നു. അപ്പോൾ അഡീഷണൽ വർക്കുകളെല്ലാം പേജ് നമ്പർ 78 കഴിഞ്ഞു. പേജ് നമ്പർ 78 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടേക്കുള്ള സബ്ട്രാക്ഷനാണ്. Write the subtraction shown in the picture. ടോട്ടൽ എത്ര പിക്ചർ ഉണ്ട്, അവിടെ നിന്ന് എത്ര എണ്ണം സബ്ട്രാക്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ എത്ര ഡോൾസ് ഉണ്ട്? ടോട്ടൽ 7 ഡോൾസ് ഉണ്ട്. 3 എണ്ണം കട്ട് ചെയ്ത് അല്ലേ? 7 - 3 എന്താണ്? 4. ഇത്തരം എത്ര റിമൈനിങ് ആണ്? 4. ഇനി അടുത്ത് നോക്കി എത്ര വീൽസ് ഉണ്ട്? ടോട്ടൽ 8 വീൽസ് ഉണ്ട്. അത് എത്ര എണ്ണം കട്ട് ചെയ്തു? എത്ര എണ്ണം എടുത്തു മാറ്റി? 5 എണ്ണം എടുത്തു മാറ്റി. അപ്പോൾ 8 - 5 ഇത്രയും എത്ര എണ്ണം മിച്ചമുണ്ട്? 3. 8 - 5 എന്താണ്? 3 ആണ്. ഇനി അടുത്ത് നോക്കി എത്ര ഹണി ബീസ് ഉണ്ട്? ടോട്ടൽ 6 ഹണി ബീസ് ഉണ്ട്. അത് എത്ര എണ്ണം എടുത്തു മാറ്റി? 2 എണ്ണം. 6 - 2 മിച്ചം എത്ര എണ്ണം ഉണ്ട്? 4. ഓക്കെ, 6 - 2 4. അതിലേക്ക് താഴെക്കുള്ള വർക്കുകളെല്ലാം ചെയ്യുക കേട്ടോ. ഒരു കൗണ്ട് എടുക്കുക, എത്ര എണ്ണം കട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എത്ര എണ്ണം റിമൈനിങ് ആണെന്നുള്ളത് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഇനി പേജ് നമ്പർ 80 അതിലും സബ്ട്രാക്റ്റ് ആണ്. 27 - 5. 27 - 5. 7 - 5 വൺസേഴ്സ് ആദ്യ നമ്പർ അല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 7 - 5 എന്താണ്? 2 ആണ്. ഈ 2ന്റെ കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ വന്നത് കൊണ്ടോ? 10th സ്ഥാനത്ത് 5ന്റെ കൂടെ വന്നത് കൊണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ 2 താഴത്തോട്ട് എഴുതി. ഇത്ര എന്ത് കിട്ടി? 22. ഇനി അടുത്തത് 18 - 4 എന്നാണ്. ഓക്കെ, 18 - 4ൽ 18 2 ഡിജിറ്റ് നമ്പറുണ്ട്, 4 1 ഡിജിറ്റ് നമ്പറാണ്. വൺസ് മാത്രമേ ഉള്ളൂ. വൺസ് എല്ലാം ഒരുമിച്ച് മൈനസ് ചെയ്യാം. 8 - 4 എന്താണ്? 4 ആണ്. ഈ 1ന്റെ കൂടെ മൈനസ് ചെയ്യാൻ ഒന്നുമില്ല, അതുകൊണ്ട് ആ 1 താഴത്തോട്ട് എഴുതി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മിസ്സായിട്ട് അതൊക്കെ പറഞ്ഞുതരാം. 58 - 7. ഓക്കെ, 58 - 7 വൺസ് സ്ഥാനത്തും നമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് മൈനസ് ചെയ്യും. 8 - 7 എന്താണ്? 1 ആണ്. പിന്നെ ഈ 5ന്റെ കൂടെ മൈനസ് ചെയ്യാനൊന്നുമില്ല. ഉത്തരം എന്ത് കിട്ടി? 51. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 81ലുള്ള കാര്യങ്ങളെ 22 - 5. 22 - 5 ഇതാണ്. 22 - 5 ചെയ്ത് നോക്കാം. 22 - 5 എങ്ങനെ ചെയ്യാം? വൺസിന് സ്ഥാനത്തുള്ള 2 5 മൈനസ് ചെയ്യാം. 2 - 5 ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടിപ്പുറത്ത് നമ്പറിൽ നിന്നും ഒരെണ്ണം കടം വാങ്ങിക്കണം അല്ലേ? 2നെ വെട്ടി ഒരെണ്ണം കടം വാങ്ങിച്ചു. 2നെ വെട്ടി 1 കുറച്ച് 1 ആക്കി അല്ലേ? ആ 1 ഇങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് കൂട്ടി വായിച്ചു. 12 എന്ന് കൂട്ടി വായിച്ചു. 12 ഇപ്പോൾ ഒരു വലിയ നമ്പറായി. 12 - 5 എന്താണ്? ചെയ്യാൻ പറ്റും. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. 12 - 5 എന്താണ്? 7 ആണ് അല്ലേ? പിന്നെ നമ്മൾ ഈ 2നെ 1 ആക്കിയില്ലേ? ആ 1ന്റെ കൂടെ മൈനസ് ചെയ്യാനൊന്നുമില്ല. ആ 1 താഴത്തോട്ട് കിട്ടി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 17 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11 - 4. ഓക്കെ, 11 - 4 എങ്ങനെ ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ വൺസിന് സ്ഥാനത്ത് ഉള്ള നമ്പേഴ്സ് എല്ലാം സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 1 - 4. 1 - 4 എങ്ങനെ ചെയ്യും? ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ നമ്പറിൽ നിന്ന് ഒരു വലിയ നമ്പർ മൈനസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ആ മുകളിലുള്ള ആ ചെറിയ നമ്പറിനെ എന്താണ്? ഒരു വലിയ നമ്പർ ആക്കാൻ ശ്രമിക്കണം അല്ലേ? എങ്ങനെ വലിയ നമ്പർ ആക്കാൻ സാധിക്കും? തൊട്ടിപ്പുറത്തെ നമ്പറിൽ നിന്ന് നമ്മൾ കടം വാങ്ങിക്കും അല്ലേ? തൊട്ടിപ്പുറത്ത്
1 ആണ്. ആ 1നെ 1 കുറച്ച് കൊടുത്താൽ എന്താണ് 0 ആക്കി. എന്നിട്ടോ ആ 1നെ നമ്മുടെ വൺസിന്റെ ആ ഒരു 1 ചേർത്ത് എഴുതി കൂട്ടി വായിച്ചു. എന്തെന്ന് വായിക്കാം? 11 എന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ 11 മൈനസ് 4 നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 11 മൈനസ് 4 എന്താണ്? 7 ആണ് അല്ലേ. ഇനി ഇവിടെയോ 0 അല്ലെ. അപ്പൊ ടെൻസിന്റെ സ്ഥാനത്ത് 0യും വൺസിന്റെ സ്ഥാനത്ത് 7ഉം ആൻസർ കിട്ടി. അപ്പൊ ആൻസർ എന്താണ്? 7. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 13 മൈനസ് 6 എന്ന. ഓക്കെ, നമുക്ക് മുകളിൽ 3 ആണ്, താഴത്ത് 6 ആണ് അല്ലെ. വൺസിന്റെ സ്ഥാനത്ത് 3 മൈനസ് 6 ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. കാരണം എന്താ? 3 6-നെക്കാട്ടിയും ചെറിയ നമ്പറാണ്. വലിയ നമ്പറിൽ എപ്പോഴും മുകളിൽ വരാൻ പാടുള്ളൂ അല്ലെ. അപ്പോൾ 13 ആക്കി കൊടുക്കാം നമുക്ക്. തൊട്ടിപ്പുറത്തെ നമ്പർ 1 ആണ്. ആ 1ൽ ഒരു നമ്പർ കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ 1 മൈനസ് 1 എന്താണ്? 0 ആക്കി കൊടുത്തു. ഇനി ആ 1നെ 3യുടെ കൂടെ എഴുതി കൂട്ടി വായിച്ചു. 13 മൈനസ് 6 ആൻസർ എന്താണ്? 13 മൈനസ് 6 എന്ത് കിട്ടും? ഒന്ന് കണ്ടുപിടിച്ചാൽ 7 കിട്ടും. ഓക്കെ, കറക്റ്റ് അല്ലേ? എന്നിട്ടോ ആ 0നെ താഴത്തോട്ട് എഴുതി. ഉത്തരം എന്ത് കിട്ടി? 7 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ചെയ്യുമോ? മിസ് ഇടയ്ക്കൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. 36 മൈനസ് 8. ഓക്കെ, ഇടയിലത്തൊരു ചോദ്യമാണ് 36 മൈനസ് 8. അപ്പൊ നോക്കി, വൺസിന്റെ സ്ഥാനത്ത് 6 ഉണ്ട് 8 ഉണ്ട്. 6 മൈനസ് 8 ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കണം? 6 ഒരു വലിയ നമ്പർ ആക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? തൊട്ടിപ്പുറത്തെ നമ്പർ 3 ആണ്. 3യിൽ 1 കുറച്ച് 2 ആക്കി കൊടുത്തു. എന്നിട്ടോ ആ 1 6ന് കൊടുത്തു. അപ്പൊ 6നെ 16 എന്ന് കൂട്ടി വായിച്ചല്ലേ. 16 മൈനസ് 8 ചെയ്യാൻ പറ്റുമല്ലോ. 16 മൈനസ് 8 ഉത്തരം എന്താണ്? 8 ആണ്. ഇനി ഇവിടെ എന്താ മിച്ചമുള്ളത്? 2 ആണ് അല്ലെ. 2ന്റെ കൂടെ മൈനസ് ചെയ്യാനൊന്നുമില്ല. ആ 2 താഴത്തോട്ട് എഴുതി. ഉത്തരം എന്ത് കിട്ടി? 28 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം ലിസ്റ്റ് ചെയ്ത് തരാം. 43 മൈനസ് 9. ഓക്കെ, 43 മൈനസ് 9. ഓക്കെ, ഇവിടെ നമുക്ക് 3 മൈനസ് 9 ചെയ്യാൻ പറ്റത്തില്ല. തൊട്ടിപ്പുറത്തെ നമ്പർ ഒന്ന് കടം വാങ്ങിക്കണം. 4നെ 1 കുറച്ച് 3 ആക്കി കൊടുത്തു. എന്നിട്ടോ ആ 1ന് നമ്മുടെ വൺസിന്റെ കൂടെയുള്ള 3ക്ക് കൊടുത്തു. കൂട്ടി വായിച്ചു. 13 എന്ന് വായിച്ചു. 13 മൈനസ് 9 എന്താണ്? 4 ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് മിച്ചമുണ്ട്? 3യുടെ കൂടെ മൈനസ് ചെയ്യുന്നൂടെ നമ്പർ ഒന്നും താഴത്തില്ല അല്ലെ. അപ്പൊ 3ന് ഡയറക്റ്റ് ആയിട്ട് താഴത്തോട്ട് എഴുതി. അപ്പൊ എന്താണ് ഉത്തരം? 34. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 81-ലെ പ്രോബ്ലംസ് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. സബ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ട്. എല്ലാവരും മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. ഇനി പേജ് നമ്പർ 82. അവിടെയും സബ്ട്രാക്ഷൻ തന്നെയാണ്, പക്ഷെ വേറൊരു രീതിയിലാണ് അവിടെ സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം. ഫസ്റ്റ് നോക്കിക്കേ, 5 T ഉണ്ട് അല്ലെ. 5 10s ആണ്. 5 10s വെച്ചാൽ എന്താണ്? 10 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ 50 ആണ്. 5 10s വെച്ചാൽ എന്താണ്? 50 ആണ്. ഇനി അതിൽ നിന്ന് 3 10s-നെ എടുത്ത് മാറ്റുകയാണ്. 3 10s വെച്ചാൽ എന്താണ്? 10 പ്ലസ് 10 പ്ലസ് 10. 10നെ 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് 3 10s എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ 3 10s എടുത്ത് മാറ്റി. കണ്ടോ? 30 എടുത്ത് മാറ്റി. അപ്പോഴോ ഉത്തരം എന്ത് കിട്ടും? ഇനി മിച്ചം എന്തുണ്ട്? ആ 5 10s ഉണ്ടായിരുന്നു. അത് 3 10s-നെ എടുത്ത് മാറ്റി. ഇനി എത്ര 10s മിച്ചം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 2 10s മിച്ചമുള്ളൂ. അപ്പോൾ 2 10s എന്ന് വെച്ചാൽ എന്താണ്? 20 ആണ് അല്ലെ. അപ്പൊ 50 മൈനസ് 30 എന്ന് പറയുന്നത് ആൻസർ എന്താണ്? 20 ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കിയേ. 40 മൈനസ് 10. 40 മൈനസ് 10-ൽ എത്ര 10s ഉണ്ട്? 40-ൽ എത്ര 10s ഉണ്ട്? 4 10s ഉണ്ടാവും അല്ലെ. അതിൽ നിന്ന് എത്ര 10s-നെ എടുത്തു മാറ്റിയത്? ഒരൊറ്റ 10s-നെ എടുത്തു മാറ്റി. അങ്ങനെയെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 3 10s ആണ് ഉത്തരം. 3 10s എന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? 30 ആണ് അല്ലെ. 40 മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ്? 30 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. 60 മൈനസ് 20. 60 എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം 10s ആഡ് ചെയ്യുന്നത് അല്ലെ. 1 2 3 4 5 6 അല്ലെ. 6 പ്രാവശ്യം 10s ആഡ് ചെയ്യുന്നതാണ് 60. അപ്പൊ 60 നമ്മൾ എന്താ എടുത്ത് മാറ്റുന്നത്? 20 ആണ്. ആ 2 T
15 രണ്ട് ടെൻസിന് എടുത്ത് മാറ്റി 20 എടുത്ത് മാറ്റി. ഇനി എത്ര ടെൻസ് മിച്ചമുണ്ട്? 1 2 3 4 ടെൻസ് മിച്ചമുണ്ട് അല്ലെ. അപ്പൊ 4 ടെൻസ് വെച്ചാൽ എന്താണ്? 40 ആണ് അല്ലെ. അപ്പൊ 60 മൈനസ് 20 എന്താണ്? 40 ആണ്. ഓക്കെ, അടുത്തതോ 90 മൈനസ് 50. 90 മൈനസ് 50 എങ്ങനെ ചെയ്യും? 9 പ്രാവശ്യം ടി ഉണ്ട് അല്ലെ. 9 ടെൻസ് ആണ്. അപ്പൊ 90. പിന്നെ 50യോ 5 പ്രാവശ്യം ടി ആണ് അല്ലെ. അപ്പൊ 90 മൈനസ് 50. 9 പ്രാവശ്യം ടി എഴുതി നോക്കുന്നു. 5 ടി കട്ട് ചെയ്ത് കളയുന്നു. മിച്ചം എത്ര ടി ഉണ്ടെന്ന് നോക്കുന്നു അല്ലെ. മിച്ചം എത്ര ടി ഉണ്ടാവും? 4 ടി മിച്ചം ഉണ്ടായിരിക്കും. 4 ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ആണ് അല്ലെ. 40 ആണ്. അപ്പൊ 90 മൈനസ് 50 ആൻസർ എന്താണ്? 40. ഓക്കെ, അപ്പൊ ആ സബ്ട്രാക്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ ആ സബ്ട്രാക്ഷൻ കംപ്ലീറ്റ് എല്ലാവരും ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ഈ പ്രാക്ടീസ് ബുക്കിൽ തന്നെ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. ഇനി അടുത്തത് ആൻസർ ദീസ്. 20 മോർ ദാൻ 50 ഈസ്. ഇത് എന്താണ്? നമ്മുടെ ഈ പ്ലസും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഒരു സെന്റൻസ് രൂപത്തിൽ തന്നിരിക്കുകയാണ്. ആ സെന്റൻസ് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ചോദ്യം? ഇതാണ് 20 മോർ ദാൻ 50. 50യിൽ നിന്ന് 20 കൂടുതലായാൽ ഉത്തരം എന്താണ് എന്നാണ് ചോദ്യം. 20 മോർ ദാൻ 50. ഓക്കെ, 50 കാട്ടി 20 കൂടുതലായിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? അഡീഷൻ ആണ് അല്ലെ. അപ്പൊ 50 പ്ലസ് 20. അവിടെ സൈഡിൽ എല്ലാവരും ഒന്ന് എഴുതിക്കുക. 50 പ്ലസ് 20 ഉത്തരം എന്ത് കിട്ടും? 50 പ്ലസ് 20 എന്താണ്? 70 ആണ് ആൻസർ. ഓക്കെ, അങ്ങനെ കണ്ടാൽ മോർ ദാൻ എന്ന് കണ്ടാൽ എന്താണ്? എപ്പോഴും അഡീഷൻ ആയിരിക്കും. ഇനി 30 ലെസ് ദാൻ 70. അവിടെ എന്താണ്? ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് കൊടുക്കാനാണ്. അപ്പൊ 70യിൽ നിന്ന് നമ്മൾ 30 കുറച്ചാൽ എന്താണ്? 70യിൽ നിന്ന് 30 എടുത്ത് മാറ്റിയാൽ ഉത്തരം എന്താണ് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. 70 മൈനസ് 30 എന്തായിരിക്കും? ചെയ്ത് നോക്കാം. 70 മൈനസ് 30 എന്ത് ചെയ്യാം? 0 മൈനസ് 0 0 ആണ്. 7 മൈനസ് 3 എന്താണ്? 4 ആണ്. അപ്പൊ എന്ത് കിട്ടി? 40 എന്ന ആൻസർ കിട്ടി. 40 എന്ന ആൻസർ കിട്ടി. അവിടെ എല്ലാവരും സൈഡിൽ എഴുതുക. 70 മൈനസ് 30 40 എന്ന് എഴുതുക. ഇനി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുക 90 മൈനസ് 40 എന്താണ്? 90 മൈനസ് 40 എന്താണ്? ആൻസർ 50 ആണ്. 50. ഇനി അടുത്തത് 10 subtracted from 80 is. അതും ഒരു സെന്റൻസ് ചോദിച്ചിരിക്കുകയാണ്. 10 subtracted. സബ്ട്രാക്ഷൻ അറിയാലോ എന്താണ്? മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 80 എന്ന ആ ഒരു വലിയ നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? 10നെ സബ്ട്രാക്ട് ചെയ്യുക. 80 മൈനസ് 10. 80 മൈനസ് 10. 80 മൈനസ് 10 എന്താണ്? 0 മൈനസ് 0 0 ആണ്. 8 മൈനസ് 1 എന്താണ്? 7 ആണ്. അപ്പോൾ 80 മൈനസ് 10 എന്താണ്? അവിടെ സൈഡിൽ എഴുതുക എല്ലാവരും. 80 മൈനസ് 10 ഉത്തരം എന്ത് കിട്ടി? 70 കിട്ടി. ഇനി അടുത്തത് the number to added to 40 to get 90. ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണം. ഏതോ ഒരു നമ്പറിന്റെ കൂടെ എന്താണ്? ഏതൊരു നമ്പർ 40 എന്ന ആ ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ 90 എന്ന ഉത്തരം കിട്ടി. അങ്ങനെയെങ്കിൽ ആ 40യുടെ കൂടെ ആഡ് ചെയ്ത നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ വായിക്കാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. ഓക്കെ, the number to be added to 40 to get 90. എന്താണ്? 90 എന്ന ഉത്തരം കിട്ടാനായിട്ട് 40യുടെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ നമ്പർ ഏതാണ് കണ്ടുപിടിക്കണം. 40 പ്ലസ് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോൾ ഉത്തരം 90 കിട്ടി. അങ്ങനെയെങ്കിൽ ആ ഏതോ ഒരു നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അടുത്തത്തെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാ. 90 മൈനസ് 40 ചെയ്ത് നോക്കാം. 90 മൈനസ് 40 ചെയ്യാം. 90 മൈനസ് 40 എന്താണ്? 0 മൈനസ് 0 0 ആണ്. 9 മൈനസ് 4 എന്താണ്? 5 ആണ്. ഉത്തരം എന്താണ്? 50. 40യുടെ കൂടെ 50 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 90 എന്ന ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കാം. 40 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു 90 എന്ന് എഴുതിയിട്ടേക്കാം. Therefore 90 മൈനസ് 40 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. ആ ബോക്സിൽ 50 എന്ന ആൻസർ എഴുതി വെക്കാം. ഓക്കെ, the number to be subtracted from 70 to get 20. 70യിൽ നിന്ന് ഏതോ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 70 എന്ന ആ ഒരു വലിയ നമ്പറിൽ നിന്ന് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടി?
20 എന്ന ഉത്തരം കിട്ടി. അങ്ങനെയെങ്കിൽ ആ ഏത് നമ്പർ ആയിരിക്കും 70യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? 70 - 20 ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. നടുക്കത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. 70 - 20. 70 - 20 എന്താണ്? 0 - 0 0 ആണ്. 7 - 2 എന്താണ്? 5 ആണ്. അപ്പോൾ 70 - 50 ആയിരുന്നു 20 അല്ലേ? 70യിൽ നിന്ന് 50 മൈനസ് ചെയ്യുമ്പോഴാണ് 20 ഉത്തരം കിട്ടുന്നത്. അപ്പോൾ സൈഡിൽ എല്ലാവരും എഴുതിയിട്ടെ 70 - dash is equal to 20. അങ്ങനെയെങ്കിൽ ആ ഡാഷിൻ്റെ അവിടെയുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 70 - 20 ചെയ്ത് നോക്കാം. അപ്പം ഉത്തരം എന്ത് കിട്ടി? 50. 50 ആയിരുന്നു ആ ഡാഷിൻ്റെ അവിടെ കിട്ടേണ്ട ഉത്തരം അല്ലേ? 50 എന്നുള്ളത് ആ സൈഡിലത്തെ ആ ബോക്സിൽ എഴുതിയിട്ടേക്കുക. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ എന്താണ്? പേജ് നമ്പർ 77 തൊട്ട് പേജ് നമ്പർ 82 വരെയുള്ള പ്രോബ്ലംസ് എല്ലാവരും ഇഷ്ടംപോലെ ഉണ്ട്. അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക കേട്ടോ. ഇനി അഡീഷൻ ഏത് വലിയ 2 ഡിജിറ്റ് നമ്പറിൻ്റെ അഡീഷൻസ് ചോദിച്ചാലും ഏത് വലിയ 2 ഡിജിറ്റ് നമ്പേഴ്സിന് സബ്ട്രാക്ഷൻസ് ചോദിച്ചാലും പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഈ പ്രാക്ടീസ് ബുക്ക് നന്നായിട്ട് ചെയ്ത് എല്ലാവർക്കും തലവായിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് മിസ്സിനെ അയച്ചു തരിക. ഓൾ ദ വെരി ബെസ്റ്റ്.